നീ കബൂലാക്കണം റബ്ബേ. തെറ്റുകുറ്റങ്ങൾ പുറത്തു തരണം റബ്ബേ. അതപകേടുകൾ വിട്ടുവീഴ്ച ചെയ്തു തരണം റബ്ബേ. ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ നാഥ, കൈവിടല്ലേ നാഥ. ആര് ഞങ്ങളെ കൈവിട്ടാലും പ്രശ്നമല്ല, നീ ഞങ്ങളെ കൈവിടല്ലേ റബ്ബേ. ആര് ഞങ്ങളെ കൊടുക്കാൻ നോക്കിയാലും നീ കൊടുക്കല്ലേ റബ്ബേ. ആര് തകരട്ടെ എന്ന് കരുതിയാലും നീ തകർക്കല്ലേ റബ്ബേ. ആര് തളരട്ടെ അവൻ എന്ന് വിചാരിച്ചാലും നീ തകർക്കല്ലേ, തളർത്തല്ലേ റബ്ബേ. എന്നും എപ്പോഴും എല്ലായിടത്തും എല്ലാറ്റിലും നീ ഞങ്ങളുടെ തണിയാകണേ അല്ല, തുണയാകണേ അല്ല, നിധിയാകണേ അല്ല, വെളിച്ചമാകണേ അല്ല, കാവലാകണേ അല്ല, ശക്തിയാകണേ അല്ല. പടച്ചവനെ ഞങ്ങളുടെ ഏകാന്തതയിലെ നേരം പോക്ക് നീ ആകണേ അല്ല. പടച്ചവനെ ഞങ്ങളുടെ വിദൂരതയിൽ ഞങ്ങളെ ചങ്ങാതി നീ ആകണേ അല്ല. ഞങ്ങളെ തളർച്ചയിൽ ഞങ്ങളെ ശക്തി നീ ആകണേ അല്ല. ഞങ്ങളെ ഇരുളുകളിൽ ഞങ്ങളെ വെളിച്ചം നീ ആകണേ അല്ല. ഞങ്ങളെ അബലതകളിൽ ഞങ്ങളെ ബലം നീ ആകണേ അല്ല. പടച്ചവനെ ഞങ്ങളെ കൽബ് നന്നാക്കണേ റബ്ബേ, ആഖിബത്തും നന്നാക്കണേ അല്ല. ഈ ലോകത്ത് നിന്ന് ഞങ്ങൾ എന്നാണ്, എപ്പോഴാണ്, എവിടെ വെച്ചാണ് മരിക്കുക എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ റബ്ബേ. പക്ഷേ ആരാരും സഹായിക്കാനില്ലാത്ത ഒറ്റപ്പെട്ട സ്ഥലത്ത് മരണപ്പെടുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് ആർക്കും വിധിക്കല്ലേ റബ്ബേ. എവിടെയെങ്കിലും കിടന്ന് മരിക്കുക, എന്നിട്ട് കാക്കകൾ കൊത്തിവലിക്കുക, ശുശ്രൂഷക്കാരും പരിപാലിക്കാരും ആളില്ലാതാകുക, അങ്ങനത്തെ ഒരു മരണം നൽകല്ല റബ്ബേ. ക്യാൻസർ ബാധിച്ചുള്ള മരണം നൽകല്ല റബ്ബേ. പുഴയിൽ വെള്ളത്തിൽ പോയുള്ള മരണം നൽകല്ല റബ്ബേ. തീയിൽ വെന്തുള്ള മരണം നൽകല്ല റബ്ബേ. കെട്ടിടത്തിനടിയിൽപ്പെട്ടുള്ള മരണം നൽകല്ലേ റബ്ബേ. വിഷം ചെന്നുള്ള മരണം നൽകല്ലേ റബ്ബേ. പടച്ചോനെ, ഞങ്ങൾ മരിക്കുന്ന നേരം, ദിവസം, ഏറ്റവും നല്ല മാസത്തിൽ, ഏറ്റവും നല്ല ദിവസത്തിൽ കാണേണ്ടവർക്കെല്ലാം കാണാൻ പറ്റും, കൂടേണ്ടവർക്ക് മുഴുവനും കൂടാൻ പറ്റും. അങ്ങനെ എല്ലാവരും ശുശ്രൂഷിച്ച് കലിമത്ത് തൗഹീദ് ചൊല്ലി സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് നിന്നിലേക്ക് വരുന്ന മരണമാക്കി തരണേ അല്ലാ. ഒരു ബാധ്യതയും ബാക്കിയില്ല, ഒരു വാശിയും കുറുമ്പും ബാക്കിയില്ല. ഹൃദയം വിശാലം ശുദ്ധം, ആ നിലക്കുള്ള പ്രശാന്ത ചിത്തരായി മരണപ്പെട്ടു വരാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ഖബറുകളിൽ കഴിയുന്നവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളെ കൂട്ടത്തിൽ ഒരുപാട് ഹാജിമാര് പല നിലക്കുള്ള രോഗമുള്ളവരുണ്ട്. നീ ശിഫ നൽകണേ അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ. മുത്ത് റസൂലിന്റെ പാദം പതിഞ്ഞ ഈ മണ്ണിന്റെ ബർക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാ. മാരക രോഗം ഞങ്ങളുടെ ശരീരങ്ങളിൽ നൽകല്ലേ റബ്ബേ. ക്യാൻസർ തരല്ല റബ്ബേ, ട്യൂമർ തരല്ലേ റബ്ബേ, സ്തനാർബുദം നൽകല്ല റബ്ബേ, ഗർഭാശയ ക്യാൻസർ നൽകല്ല റബ്ബേ, സഹിക്കാനാകാത്ത നടുവേദന, പെരടി വേദന, ഊരവേദന, മുട്ടുവേദന നൽകല്ല റബ്ബേ. എല്ലാം ശിഫയാക്കിത്താ അല്ലാ. സുജൂദ് പോകാൻ പറ്റാത്ത രോഗം നൽകല്ലേ റബ്ബേ. നിന്നെ മറക്കുന്ന രോഗം നൽകല്ലേ റബ്ബേ. ബുദ്ധി മറയുന്ന, ഓർമ്മ നഷ്ടപ്പെടുന്ന രോഗം നൽകല്ലേ റബ്ബേ. ദിക്ർ ചൊല്ലാൻ പറ്റാത്ത, നിസ്കരിക്കാൻ പറ്റാത്ത, റമദാൻ മാസമായാലും നോമ്പ് പിടിക്കാൻ പറ്റാത്ത ഒരു രോഗം ഞങ്ങൾക്ക് നൽകല്ലേ റബ്ബേ. പടച്ചോനെ, നീ ഞങ്ങളുടെ ആരോഗ്യം മരണം വരെ നിലനിർത്തി തരണേ അല്ലാ. ഞങ്ങൾ ഏറ്റവും വലിയ സമ്പത്ത് കറൻസി അല്ല, സ്വർണ്ണല്ല, ആരോഗ്യമാണ്. അത് മരണം വരെ നിലനിർത്തി തരണേ അല്ലാ. കോടാനുകോടി സമ്പത്തുണ്ട്, പക്ഷേ കടന്നോർത്ത് തണീക്കാൻ വയ്യെങ്കിൽ എന്താ കാര്യം? ആരോഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങൾ വന്ന ഹജ്ജ് മഖ്ബൂലും മബ്റൂറുമാക്കി തരണേ അല്ലാ. ഇന്ന് ചെയ്യുന്ന ഉംറ റസൂൽ ചെയ്ത സ്ഥലത്ത് നിന്ന് ചെയ്യുന്നു എന്ന ബർക്കത്ത് കൊണ്ട് കൂടുതൽ മികവുറ്റതാക്കി തരണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.